പാർലമെന്റിലെത്തിയിട്ടും ഇന്നും സഭയിലെത്താതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് കവാടത്തിലെ പ്രതിഷേധങ്ങൾക്കിടെ ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധങ്ങളിൽ പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. വർഷകാല സമ്മേളനം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പാർലമെന്റിലുണ്ടായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നും സഭയിലെത്തിയില്ല. രാവിലെ പാർലമെന്റ് കവാടത്തിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ എംപിമാർ തമ്മിൽ നേരിയ ഉന്തും തള്ളും നടന്നു. പാർലമെന്റ് കവാടത്തിലേക്കെത്തിയ പ്രിയങ്ക ഗാന്ധിയോട് ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം ചോദിച്ച് NDA എംപിമാർ തട്ടിക്കയറി. പാർലമെന്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ ഇരുസഭകളുടെയും നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധം മാറ്റി. ഇതോടെ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. രാജ്യസഭയിൽ അയോധ്യ രാമക്ഷേത്രക്കൊള്ള ഉയർത്താൻ മല്ലികാർജ്ജുൻ ഖാർഗെ ശ്രമിച്ചെങ്കിലും ചെയർമാൻ CP രാധാകൃഷ്ണൻ വഴങ്ങിയില്ല. ജാർഖണ്ഡ് വിദ്യാർത്ഥി പ്രതിഷേധം ഉയർത്താൻ ശ്രമിച്ച ഭരണപക്ഷത്തെയും CP രാധാകൃഷ്ണൻ തടഞ്ഞു. ഖാർഗെയുടെ രാമക്ഷേത്ര പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി. ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ സഹകരണ ബിൽ ലോക്സഭയും ട്രിബ്യൂണൽ റിഫോംസ് ബിൽ രാജ്യസഭയും പാസാക്കി. റിപ്പോർട്ടർ, ദില്ലി.